കല്യാണി, കാലിനെന്ത് പറ്റി കല്യാണി? നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണല്ലോ. ഒന്നുമില്ല വലിയഞ്ഞ്, വലിയഞ്ഞ് പൊയ്ക്കോ. ഇല്ല, നീ എന്തോ എന്നിൽ നിന്ന് മറക്കുന്നുണ്ട്. പറ, കാലിന് എന്ത് പറ്റിയതാ? അത് വലിയഞ്ഞ് ഒരു തേള് കുത്തിയത് എന്നെ. തേള് കുത്തിയെന്നോ? എന്നിട്ട് എവിടെയാ കുത്തിയത്? എങ്ങനെയാ പറ്റിയത്? അത് അഖിലാമ്മയുടെ വിലാസിനി മാഡം വന്നപ്പോ ഞാൻ ആ മറവിൽ പോയി ഒളിച്ചിരുന്നില്ലേ, അപ്പോഴാ തേള് കുത്തിയത്. അത് അപ്പോഴേ പറയണ്ടേ കല്യാണി? തേളിന്റെ കുത്ത് അത്ര നിസാരമല്ലാതെ അറിയോ നിനക്ക്? അറിയാം. തേള് കുത്തിയപ്പോ ഞാൻ കരഞ്ഞു വിളിച്ചിരുന്നെങ്കിൽ അത് അവരറിഞ്ഞ വലിയ പ്രശ്നമായേനെ. അതാ ഞാൻ മിണ്ടാത്തെ. ശരി, പക്ഷെ അതിനുശേഷമെങ്കിലും നീ പറയാത്തെന്താ? ഇത്രയും നേരം ഇതും വെച്ച് ജോലി ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? വിലാസിനി മാഡം അറിഞ്ഞാല് ഇതെവിടെ വെച്ച് എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ 100 ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ സത്യം പറയേണ്ടി വരും. അതാ ഞാൻ മിണ്ടാതിരുന്നത്. ഇതിനൊക്കെ കാരണക്കാരൻ ഞാനാ. ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയതുകൊണ്ടല്ലേ നിനക്ക് തേളിന്റെ കുത്തേറ്റത്. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോ. വാ കല്യാണി. അയ്യോ വേണ്ട വലിയുഞ്ഞെ, ഇതിന് പച്ചില അരിച്ചിട്ടാ മതി. ഞാൻ ചെയ്തോളാം. വലിയുഞ്ഞ് പൊയ്ക്കോ. അഖിലാമ്മയുടെ അവിടെ കാത്തിരിക്കുക. ചെല്ല്, ഞാൻ പോട്ടെ. കല്യാണി, ആനന്ദ്, നീ എന്താ കഴിക്കാഞ്ഞേ? സോറി അമ്മേ. ആനന്ദ് വെയിറ്റ്. ഈ പ്ലേറ്റ് കഴിക്കണ്ട. സാരല്ലമ്മേ, ഞാൻ കഴിച്ചോണ്ടിരുന്ന പ്ലേറ്റ്. വേണ്ട, വേറെ പ്ലേറ്റ് കഴിച്ചാ മതി. കഴിക്ക്. ആനന്ദേ, ആഹാരം കഴിക്കുന്ന സമയത്ത് എന്തിനാ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്? ആഹാരം കഴിച്ച ശേഷം അറ്റൻഡ് ചെയ്ത പോരെ? അതല്ലമ്മേ, അതൊരു അർജന്റ് കോളായിരുന്നു, അതുകൊണ്ട്. ശരി, കഴിക്കും. ആനന്ദേ, എന്താ നിനക്ക് പറ്റിയത് മോനെ? കഴിക്ക്. വേണ്ടമ്മേ, വിശപ്പില്ല. ആനന്ദേ, എന്താ നിനക്ക് പറ്റിയത് മോനെ? കഴിക്ക്. വേണ്ടമ്മേ, വിശപ്പില്ല.
എന്തോ കുത്തി വലിക്കണ പോലെ തോന്നണു. എന്തൊരു വേദന. ചേച്ചി, ആ തേള് കുത്തിയപ്പോ തന്നെ പച്ചില മരം നരച്ച് കെട്ടിവെച്ചിരുന്നെങ്കിൽ ഈ വേദനയൊക്കെ എപ്പോഴേ മാറിയാനെ. എന്താ ചെയ്യാത്തത്? എടാ, അപ്പോഴത്തെ സമയത്ത് തേളല്ല, പാമ്പ് കുത്തിയാ പോലും ആരെ അറിയിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നീ ആ മരുന്ന് നല്ലപോലെ ഒന്ന് വെച്ച് കെട്ട്. ഹലോ ഡോക്ടർ. ആ പറഞ്ഞോളൂ ആനന്ദ്, എന്തൊട്ട് കാര്യങ്ങൾ? ഈ അസമയത്ത് സാധാരണ വിളിക്കാറില്ലല്ലോ. ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. ഇപ്പോ ഡോക്ടർക്കൊന്ന് വീട് വരെ വരാൻ പറ്റുമോ? പിന്നെന്താ, ഷോ. എന്തെങ്കിലും എമർജൻസി? അത് ഡോക്ടർ, നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ കല്യാണിയെ ഒരു തേള് കുത്തിയിട്ട് ഇപ്പൊ 2 മണിക്കൂറായിട്ടുണ്ടാവും. ഇതുവരെ വേദനയ്ക്ക് കുറവൊന്നുമില്ല. അതൊന്ന് നോക്കിയിരുന്നെങ്കിൽ. ശരി ശരി, തൽക്കാലം ബ്രാൻഡ് അംബാസിഡറോട് അവിടെ ഈ മുള്ളങ്കി ഇരിപ്പുണ്ടെങ്കിൽ അരിഞ്ഞെടുത്ത് കഴിക്കാൻ പറയും. വേദനയ്ക്ക് അല്പം ശമനം കിട്ടും. ഞാൻ 1.25 മണിക്കൂറിനകം അങ്ങെത്താൻ നോക്കാം. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ചേച്ചി, നാളെ യൂണിറ്റ് ടെസ്റ്റാ. ചേച്ചി കാലനക്കാതെ കുറച്ചേരം ഇരുന്നാ മതി, വേദന അങ്ങ് മാറിക്കോളും. എന്നാ ഞാൻ അങ്ങോട്ട്. ശരി, നീ പോയിരുന്നു പഠിച്ചു. ശരി. കല്യാണി. ഏയ്, എഴുന്നേക്കണ്ട, ഇരിക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട്? പച്ചില മരുന്നിട്ടിരിക്കുക. ഇപ്പൊ വേദന ഒരല്പം കുറവുള്ളതുപോലെ. എല്ലാം എന്നെ കാരണോ സംഭവിച്ചതല്ലേ കല്യാണി? അയ്യോ, അത് കൊള്ളാം. എന്നെ തേള് കുത്തിയതിന് വലിയ എന്ത് തെറ്റാ ചെയ്തേ? എന്നാലും ഞാൻ പറഞ്ഞിട്ടല്ലേ കല്യാണി വന്നത്. അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട്.
ശരി, ഞാൻ വന്ന കാര്യം മറന്നു. ദാ ഇത് കഴിക്കാം. എന്താ വലിയ ഇത്? പച്ചമുള്ളങ്കി. ഇത് കഴിച്ചാൽ വേദന മാറുമെന്ന് ഡോക്ടർ പറഞ്ഞു. കഴിക്ക. എന്തുപറ്റി കല്യാണി? എന്തിനാ വലിയ എനിക്ക് വേണ്ടി ഈ ബുദ്ധിമുട്ടൊക്കെ? ഏയ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. നീ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ സഹിക്കുമ്പോ ഞാനും നിനക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ആദ്യം നീ ഇത് കഴിക്ക. അത് വലിയന്റെ മുമ്പിൽ വെച്ച് കഴിക്കാനൊരു മടി. ശരി, കല്യാണി കഴിക്ക, ഞാൻ പൊയ്ക്കോളാം. അയ്യോ വേണ്ട വലിയ പോവാൻ പറഞ്ഞതല്ല, ഞാൻ കഴിച്ചോളാം. എന്നാ കഴിക്ക. ഇനി വേദനയൊക്കെ മാറും. ഡോക്ടർ അരമണിക്കൂർ കൊണ്ട് എത്താന്നാ പറഞ്ഞത്. ഒരു ഇഞ്ചക്ഷനും കൂടി എടുക്കുമ്പോ പൂർണ്ണമായിട്ട് ആശ്വാസം കിട്ടും. അയ്യോ, ഇഞ്ചക്ഷനോ? അതൊന്നും വേണ്ട വലിയ. ഏ, എനിക്ക് ഈ സൂചി വെച്ച് കുത്തുന്നത് വലിയ പേടിയാ. ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട വലിയ. പച്ചില മരുന്ന് വെച്ചില്ലേ, ഇനി ഈ മുള്ളങ്കി കൂടെ കഴിക്കുമ്പോ എല്ലാം മാറും. ദയവ് ചെയ്ത് ഡോക്ടർ വരണ്ടെന്ന് പറയും. ഞാൻ നാട്ടിലായിരുന്നപ്പോഴും എന്നെ പല പ്രാവശ്യം തേള് കടിച്ചിട്ടുള്ളതാ. അപ്പോഴൊന്നും എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഡോക്ടർ വരണ്ടെന്ന് പറയൂ വലിയ, പ്ലീസ്. സൂചി വെച്ച് കുത്തി എന്റെ വേദന കൂടുള്ളൂ. ശരി ശരി, ഓക്കെ. ഞാൻ ഡോക്ടറോട് വരണ്ടെന്ന് പറഞ്ഞേക്കാം. ഇത് കഴിച്ചിട്ട് പെട്ടെന്ന് നടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ശരി വലിയ. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു. യു ആർ വെൽക്കം. എന്തുപറ്റി അമ്മേ? അത് തന്നെയാ എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്. നിനക്ക് എന്തു പറ്റി? ആർ യു ഓൾ റൈറ്റ്? ഐ ആം ഓക്കെ അമ്മേ, എനിക്കൊന്നുമില്ല. നിന്നെ എനിക്ക് അറിയാത്തതല്ലോ മോനെ. നീ നോർമൽ അല്ല. നിന്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞ് കിടക്കുകയാണെന്ന് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ അമ്മയ്ക്ക്. നീ ആഹാരം കഴിക്കാതെ ഒഴിഞ്ഞ വയറുമായിട്ട് കിടക്കുമ്പോൾ അമ്മയ്ക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് എന്റെ മോൻ ആഹാരവുമായിട്ടാണ് ഈ അമ്മ വന്നത്. പക്ഷേ അമ്മ വന്നപ്പോ റൂമിൽ ആളിനെ കാണാനില്ല. അല്ല, ഈ സമയത്ത് നീ എവിടെ പോയതായിരുന്നു? ഇവിടെ പുറത്തും കണ്ടില്ലല്ലോ. അതമ്മേ, ഞാൻ പിന്നെ എനിക്ക് മനസ്സിലായി. മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ട് ഉറക്കം വന്നിട്ടുണ്ടാവില്ല. പുറത്തിറങ്ങി അല്പം കാറ്റ് കൊണ്ടു കാണും. എന്താ, അങ്ങനല്ലേ? അതെ അമ്മേ, അല്പം ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാ. ഇരിക്കും.
ആഹാ, ഈ കാഴ്ച എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ കുട്ടിയായിരുന്നപ്പോഴേ ഓടിയും ചാടിയും നടന്ന് പലപ്പോഴും അത്താഴം ഉണ്ണാതെ നീ ഉറങ്ങാറുണ്ട്. പിന്നീട് പാതിരാത്രി വിശന്ന് കരയാതിരിക്കാൻ നിന്റെ അമ്മ നീ എഴുന്നേൽക്കുന്നത് വരെ കട്ടിലിൽ തന്നെ ഇരുന്ന് നിനക്ക് അത്താഴം തന്നിട്ടേ ഉറങ്ങാറുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ അങ്ങനെ ഒരു കാഴ്ച കാണാനുള്ള ഭാഗ്യമുണ്ടായത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇനി എത്ര കൊല്ലം കഴിഞ്ഞാലും എനിക്ക് എന്റെ മോൻ കൊച്ചുകുട്ടി തന്നെയായിരിക്കും. സമ്മതിക്കുന്നു അഖിലേ, മക്കൾക്ക് എത്ര വയസ്സായാലും അമ്മമാർക്ക് അവരെന്നും കുട്ടികൾ തന്നെയായിരിക്കും. അമ്മമാർക്ക് മാത്രമല്ല, അച്ഛന്മാർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. മതിയമ്മേ. ഒരു കഷ്ണം കൂടി മോനെ പ്ലീസ്. അനന്തേ, പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വീട്ടിൽ എത്ര ജോലിക്കാരുണ്ടെങ്കിലും എനിക്ക് ഇലയിൽ ചോറ് പൊതിഞ്ഞു തരുന്നത് എൻ്റെ അമ്മ തന്നെയായിരുന്നു. വയറ് നിറഞ്ഞിട്ടും എന്നും ഒരു ഉരുള ചോറ് അധികമായിരുന്നു ആ പൊതി. അത് അമ്മയുടെ വാത്സല്യമാണെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു അച്ഛനായപ്പോഴേ പറ്റിയുള്ളൂ. അതുകൊണ്ട് മോൻ കഴിക്കുക. അമ്മ തരുന്ന ആഹാരം അല്പം പോലും മിസ് ചെയ്യരുത്. അമ്മേ, ഞാൻ ആ മടിയിലൊന്ന് കിടന്നോട്ടെ അല്പസമയം. പിന്നെന്താ, മോൻ വാ, ഞാൻ ഇങ്ങോട്ടിരിക്കാം. കിടന്നു. അഖിലേ, എനിക്കൊരർത്ഥത്തിൽ നിന്നോട് അസൂയ തോന്നുന്നുണ്ട്. ആ, ഞാനൊരു അച്ഛനായി പോയതുകൊണ്ടല്ലേ എനിക്ക് ഭാഗ്യം കിട്ടാതെ പോയത്. അതുകൊണ്ട് ഞാൻ പിണങ്ങി പോവുക. നിങ്ങളെ അമ്മയും മോനുമായി നിങ്ങളുടെ പാടായി. എന്നെ വിട്ടേക്ക്. നീ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ സഹിക്കുമ്പോ ഞാനും നിനക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ചേച്ചി, ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? ഹലോ, ചേച്ചി, ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? ഹലോ, എന്താ ഈ ലോകത്തൊന്നുമല്ലേ? എന്താ ഈ കഴിക്കുന്നത്? അനിയൻകുട്ട, നീ എപ്പോ വന്നു? ഇത് മുള്ളങ്കിയാ. ആ, ഇതെന്തോ കുഴപ്പം പറ്റിയ കോള. ഒരു കുഴപ്പമില്ല. തേലുകുത്തിയ വേദനയൊക്കെ പോയി. ഞാൻ അതിന്റെ കാര്യമല്ല പറഞ്ഞത്. അതിന്റെ കാര്യമല്ലേ പിന്നെ? അല്ല, സാധാരണ സാമ്പാറിലിടുന്ന മുള്ളങ്കി പോലും കഴിക്കാത്ത ആളല്ലേ ഇപ്പൊ പച്ച മുള്ളങ്കി ഇത്ര ആസ്വദിച്ച് കഴിക്കുന്നത്? സത്യത്തിൽ എന്ത് പറ്റി എന്റെ ചേച്ചിക്ക്? അത് പച്ചമുള്ളങ്കി കഴിച്ചാലേ തേള് കുത്തിയ വേദന പെട്ടെന്ന് മാറുന്നാ പറയണേ. ആര്? വല്യ കുഞ്ഞു പറഞ്ഞു. ഓ, വല്യ കുഞ്ഞ് പറഞ്ഞതാണല്ലേ? അല്ല, അതെപ്പോഴാ പറഞ്ഞത്? അത് നീ എന്റെ കാലില് പച്ചില മരുന്ന് കെട്ടി തന്നിട്ട് പഠിക്കാൻ വേണ്ടി പോയില്ലേ? അപ്പോഴാ വല്യ കുഞ്ഞ് വന്നത്. ബെസ്റ്റ്. എന്നിട്ട് വല്യുഞ്ഞ് ഈ പാത്രം നിറയെ മുള്ളങ്കി ആയിട്ട് വന്നിട്ട് ഇത് കഴിച്ചാ വേദന മാറും, കഴിക്കാൻ പറഞ്ഞു. വല്യുഞ്ഞ് തന്നെ ഈ മുള്ളങ്കി വേസ്റ്റ് ആക്കാൻ മനസ്സനുവദിക്കുന്നില്ല. അതാ ഞാൻ കഴിച്ചോണ്ടിരിക്കണേ. ചേച്ചി, ഇത് തേള് കുത്തിയ വേദന കുറയ്ക്കാനുള്ള കഴിക്കലല്ലെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. അനികുട്ടാ, വേണ്ട, പറയണ്ട, എനിക്ക് മനസ്സിലായി.
ഞാൻ എന്റെ പാട് നോക്കി പോവാനല്ലേ, ഞാൻ പൊയ്ക്കോളാം. ആ മുള്ളങ്കി മുഴുവൻ തിന്ന് തീർത്തേക്കണം. തൊണ്ടയിലൊന്നും കയറി കുരുക്കാതിരുന്നാ മതി. ഞാൻ പോണേ. ഒരു വലിയ കുഞ്ഞും ബ്രാൻഡ് അംബാസിഡറും കൊള്ളാം. നടക്കട്ടെ നടക്കട്ടെ.